അസ്സലാമു ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജാനി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് കാബരി റൈസാണ്. പെരുന്നാളിന് വേണ്ടി ഉണ്ടാക്കിയ കാബരി റൈസാണ്. ഞാനൊരു 8 കിലോ ബീഫ് വെച്ചാണ് അത് തയ്യാറാക്കിയത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണാം. ഇതിനു വേണ്ടി നമുക്കാദ്യം ബീഫ് വേവിച്ചെടുക്കണം. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം. 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. ബീഫ് നന്നായി വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി മസാല തയ്യാറാക്കാം. പാത്രം ചൂടായി കഴിഞ്ഞു. നമുക്കിനി ഇതിനാവശ്യമുള്ള സവാള പൊരിച്ചെടുക്കാം. 8 കിലോ സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൽ പകുതി പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി 1 കിലോ സൺഫ്ലവർ ഓയിൽ, 500 ഗ്രാം ഡാൽഡ, 100 ഗ്രാം നെയ്യ് എന്നിവ നമുക്ക് ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി പൊരിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് പൊരിച്ചെടുക്കാം. ഇനി മറ്റൊരടുപ്പിൽ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ 3 മുസമ്പിയുടെ തൊലി ചുരണ്ടിയത് ചേർത്ത് കൊടുക്കണം. തൊലി ചുരണ്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊലിയുടെ അടിഭാഗത്തുള്ള വെള്ള പെടാൻ പാടില്ല. അത് പെട്ടാൽ ഇതിനൊരു കയ്പുരസം വരും. ഇതിനോടൊപ്പം കുറച്ച് ഗ്രാമ്പൂ, സാജീരകം, തക്കോലം, ഏലക്കായ, പട്ട, കുറച്ച് ഡാൽഡ എന്നിവ ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 4 മാഗി ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ്സ് ചേർക്കുമ്പോൾ ചിക്കനായാലും ബീഫായാലും കുഴപ്പമില്ല. ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ബീഫിനുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ സവാള പൊരിച്ച എണ്ണയിൽ നിന്ന് പകുതി മാറ്റി വെച്ച് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് വഴറ്റാം.
ഇത് നന്നായി മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 5 കിലോ തക്കാളിയാണ് യൂസ് ചെയ്തത്. അതിൽ പകുതി തക്കാളി മുറിച്ചത് ചേർക്കാം. ബാക്കി തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴഞ്ഞു വന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം മന്തി മസാല, കുരുമുളക് 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ പിഴിഞ്ഞത് 4 എണ്ണത്തിൻ്റെ, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ പൊരിച്ച സവാളയാണ് ഈ കറിയുടെ പ്രത്യേക രുചി. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് മൂടി വെക്കാം. അരി വേവിക്കാൻ വെച്ച നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കഴുകി വൃത്തിയാക്കി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത ബസ്മതി റൈസാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ അരി 75% വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. ഞാനിവിടെ ഊറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് പോലെ വെച്ചിട്ടും ഈ റൈസ് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കൊരു ചെറിയ പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് ക്യാരറ്റും സവാളയും പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് ആദ്യം സവാള പൊരിച്ചപ്പോൾ ചെയ്യാമായിരുന്നു. ഞാനത് മറന്നുപോയി. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെയറായാണ്, അത് നമുക്ക് കാണാം. ആദ്യത്തെ ഒരു ലെയർ റൈസ് ഇട്ട് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മൂസമ്പി ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കാബിരി റൈസിൻ്റെ പ്രത്യേകതയാണ് മൂസമ്പി ജ്യൂസ്. മൂസമ്പി ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുരു പെടാൻ പാടില്ല. പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിന എന്നിവ സ്റ്റെപ്പായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ആർക്കും ഇതത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇത് ചേർത്താലും ചേർത്തില്ലെങ്കിലും ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഇതിന് പ്രത്യേക ടേസ്റ്റ് നൽകും. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി മൂടി വെക്കാം. ഇനി ഒരു ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് കാബിരി റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് വിളമ്പാം.
നമ്മളിന്നിവിടെ ഉണ്ടാക്കിയ ബീഫ് കാബരി റൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. 1 കിലോ റൈസ് ഉണ്ടാക്കാനുള്ള റെസിപ്പി താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.